ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഇക്കണോമിക്സ് എക്സാമിൽ, അതായത് +1 ഇക്കണോമിക്സ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 3 മുതലാണ് ഉള്ളത്. ദാറ്റ് ഈസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇതിൽ നിന്ന് IBRD, International Bank for Reconstruction and Development, popularly known as World Bank and IMF. IMFൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നാണ്. ഇനി ലിബറലൈസേഷൻ, ലിബറേറ്റിംഗ് ദ ഇക്കോണമി ഫ്രം ഗവൺമെൻറ് റീസ്ട്രിക്ഷൻസ് ഓൺ ഇക്കണോമിക് ഗ്രോത്ത്. പിന്നെ പ്രൈവറ്റ് ബാങ്ക്സ് ഏതൊക്കെയാണ്? ICICI, HDFC ഇതൊക്കെയാണ്. ഇനി ഇൻകം ടാക്സ്, അത് ഏതിൽ വരുന്നു? ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ് ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, പിന്നെ GST ഇതെല്ലാം ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പറയാം. പ്രൈവറ്റൈസേഷൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് പ്രൈവറ്റൈസേഷനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കേട്ടോ. അതായത് ചോദ്യം ഇങ്ങനെയായിരിക്കും: സെല്ലിംഗ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ആൻസർ ഇസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ചോദ്യം അതാണ്. പിന്നെ നോക്കാം, ഗാട്ട് വാസ് റീപ്ലേസ്ഡ് ബൈ WTO. അതായത് ഗാട്ട് എന്നുള്ളൊരിത് റീപ്ലേസ് ചെയ്ത് പുതിയ പേരാണ് WTO, പഴയ പേര് ഗാട്ട്. ഓക്കെ, അപ്പോൾ ചോദ്യത്തിൽ ഗാട്ട് എന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആൻസർ ഒബ്വിയസ്ലി അത് WTO ആയിരിക്കും വരാമെന്ന്. WTO എന്നാണ് ക്വസ്റ്റനിൽ വന്നെങ്കിൽ ഗാട്ടായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ എഴുതാൻ പറ്റും. അപ്പോൾ ഗാട്ടാണ് ആദ്യം വന്നത്. ഇയർ ചോദിക്കാറുണ്ട്. 1948 ഗാട്ട് വന്നത്. ഗാട്ടിൻ്റെ ഫുൾ ഫോം ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ് എന്നാണ്. അത് കഴിഞ്ഞ് WTO വന്നു. WTO വന്നത് 1995. അതിൻ്റെ 2 എയിംസ് പഠിക്കുന്നത് നല്ലതാണ്. എളുപ്പമുള്ളത് പറയാം. 1, എൻകറേജിങ് വേൾഡ് ട്രേഡ്. 2, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഈ 2 എളുപ്പമുള്ളതായതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. നെക്സ്റ്റ് വൺ, പോവേർട്ടി ലൈൻ അല്ലെങ്കിൽ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ആരുടെ കോൺസെപ്റ്റാണ്? ദാറ്റ് ഈസ് ദാദാഭായ് നവറോജി. അത് എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഹെഡ് കൗണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ, നമ്പർ ഓഫ് പുവർ ബൈ ടോട്ടൽ പോപ്പുലേഷൻ. നെക്സ്റ്റ് നോക്കേണ്ടത് റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ, NCERT, UGC, AICTE. ഇത് 3 എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന റെഗുലേറ്ററി ബോഡീസാണ്. റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാൽ ICMR, നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ എന്നാണ്. അപ്പോൾ എക്സാമിന് NCERT, UGC, AICTE, ICMR ഈ 4 തന്നു കഴിഞ്ഞാൽ ഓഡ് 1 ആയിട്ട് എഴുതേണ്ടത് ICMR ആണ്. കാരണം ICMR ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ റെഗുലേറ്ററി ബോഡിയാണ്. ബാക്കി NCERT, UGC, AICTE അല്ലാതെ എഡ്യൂക്കേഷൻ്റെ റെഗുലേറ്ററി ബോഡീസാണ്. അപ്പോൾ അത് ഒന്ന് നോക്കി വയ്ക്കുക. അതിൽ ICMR ശരിക്കും ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ 6ാമത്തെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നബാർഡിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. അപ്പോൾ റൂറൽ ക്രെഡിറ്റ് ഏജൻസീസ് അല്ലെങ്കിൽ റൂറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചോദിച്ചാൽ നബാർഡ് എഴുതാം, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എഴുതാം, റീജിയണൽ റൂറൽ ബാങ്ക്സ് എഴുതാം, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ എഴുതാം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൻ്റെ എയിം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ നബാർഡിൻ്റെ ഇയർ, നബാർഡ് സെറ്റപ്പ് ചെയ്തത് 1982. അപ്പോൾ ഈ ഇയേഴ്സൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് കേട്ടോ, അത് ഓർത്തിരിക്കാം. 7th ചാപ്റ്റർ എടുത്തു കഴിയുമ്പോൾ വർക്കർ പോപ്പുലേഷൻ റേഷ്യോയുടെ ഇക്വേഷൻ, ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 കേട്ടോ. ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ഇക്കോണമിയിൽ വരുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറിയിൽ അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ്, മൈനിങ്, ക്വാറിങ്, ഫിഷറീസ്. ഓക്കെ. സെക്കൻഡറിയിൽ മാനുഫാക്ചറിങ്,
ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷൻ. ടെർഷ്യറിയിൽ ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, സർവീസസ്. ഇത് ക്ലാസിഫൈ ചെയ്ത് എഴുതാനായിട്ട് തരുന്നതാണ്, പഠിക്കണം. പിന്നെ ജോബ്ലെസ് ഗ്രോത്ത് എന്നുള്ളത്, അതായത് ഹൈ ഗ്രോത്ത് വിത്ത് ലെസ് ജോബ് ഗ്രോത്ത്. നല്ല ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, പക്ഷേ ജോബ് കുറവായിരിക്കും, ജോബ് ഗ്രോത്ത് കുറവാണ്. ദാറ്റ് ഈസ് ജോബ്ലെസ് ഗ്രോത്ത് എന്നുള്ളത് എഴുതണം. പിന്നെ കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് എംപ്ലോയിഡും റെഗുലർ സാലറിഡ് എംപ്ലോയീസും കാഷ്വൽ വേജ് ലേബറേഴ്സിലേക്ക് മാറുന്നത്, അതാണ് കാഷ്വലൈസേഷൻ. ആ പേര് തന്നെയുണ്ട്, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് കേട്ടോ. പിന്നെ ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഫോർമൽ സെക്ടറാണ്, അൺഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ സെക്ടറാണ്. പിന്നെ നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സിൽ 3 സെൽഫ് എംപ്ലോയിഡ്, കാഷ്വൽ വേജ് ലേബറേഴ്സ്, റെഗുലർ സാലറിഡ്. ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഷോപ്പ് കീപ്പേഴ്സ്, ബ്ലാക്ക് സ്മിത്ത്സ്, ഹോട്ടൽ ഓണേഴ്സ്, ഇതെല്ലാനും സെൽഫ് എംപ്ലോയിഡ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, അവർ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഓൺ ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് അത് ഓപ്പറേറ്റ് അവർ ചെയ്യുന്നുണ്ടാവും. കാഷ്വൽ വേജ് ലേബറേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി വേജിന് ജോലി ചെയ്യുന്നവർ, അതായത് ഇപ്പോൾ ഫാം വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. അത് കഴിഞ്ഞ് റെഗുലർ സാലറീഡ് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് സാലറി മേടിക്കുകയും അതേപോലെ അലവൻസസ് ഒക്കെ കിട്ടി ജോലി ചെയ്യുന്നവർ, അതായത് ഈ പറയുന്ന ടീച്ചേഴ്സ്, ബാങ്കിലെ സ്റ്റാഫ്സ്, ഗവൺമെൻറ് എംപ്ലോയീസ്, ഇവരൊക്കെയാണ് റെഗുലർ സാലറിഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതൊക്കെ എളുപ്പമാണ്, അതുകൊണ്ട് ഇതൊക്കെ നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും, നല്ല എളുപ്പത്തിൽ ആൻസേഴ്സ് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോർഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാപ്റ്റർ 4 നോക്കാം. പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ടെമ്പറൽ, സ്പേഷ്യൽ. സ്ഥലം തന്നിട്ട് അത് ഏത് കൈൻഡ് ഓഫ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേഷ്യൽ. സ്ഥലം, സ്പേസ്, സ്ഥലം കേട്ടോ, സ്പേഷ്യൽ. ഇപ്പോൾ പിന്നെ ടൈം, അല്ലെങ്കിൽ ഇപ്പോൾ ഇയേഴ്സ്, വീക്സ്, മന്ത്, ആ ഒരു സമയം കാണിച്ച് അത് തന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ടെമ്പറൽ അല്ലെങ്കിൽ ക്രോണോലോജിക്കൽ. പിന്നെ മെഷർ ചെയ്യാൻ പറ്റുന്നത് ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, ഇൻകം, ഇത് തന്നു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ്. മെഷർ ചെയ്യാൻ പറ്റാത്തത്, നമ്പർ ഉപയോഗിച്ച് അളന്ന് നോക്കി അല്ലെങ്കിൽ മെഷർ പറയാൻ പറ്റാത്തത് ഏതൊക്കെയാണ്? ഹെയർ കളർ, പിന്നെന്താ റിലീജിയൻ, കാസ്റ്റ്, ഇതൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടത് ക്വാളിറ്റേറ്റീവ്. പിന്നെ പാർട്സ് ഓഫ് ടേബിൾ എന്ന ക്വസ്റ്റ്യൻ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. 8 പാർട്സ് ഉണ്ട്, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ. പിന്നെ നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം. സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താണ്, ഒന്നിലധികം വേരിയബിൾസ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതല്ലെങ്കിൽ കമ്പയറിങ് 2 or more സെറ്റ്സ് ഓഫ് ഡേറ്റ. കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് പല കോമ്പോണൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് കമ്പയറിങ് ദ സൈസ് ഓഫ് ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ് പാർട്സ്, അതിനാണ് യൂസ് ചെയ്യുന്നത്. കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാംസിനെ സബ് ഡയഗ്രാംസ് എന്നും സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാംസ് എന്നും പറയും. പിന്നെ പൈ ഡയഗ്രാം എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ 2 മാർക്സിന് ചോദിച്ചിരുന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പോണൻറ്റ് ഡയഗ്രാം തന്നെയാണ്, പക്ഷേ കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാമിനെ പോലെയല്ല. അത് പെർസെൻറ്റ് ബ്രേക്ക് ഡൗൺസ് ഷോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സർക്കിൾ ആയിരിക്കും, അതിൻ്റെ അകത്ത് കുറച്ച് ഡിവിഷൻസ് ഉണ്ടാവും. സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെയാണ്. സെക്ടേഴ്സ് ഓഫ് ദ സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോമ്പോണൻറ്റ് പാർട്സ് ഓഫ് എക്സ്പെൻഡിച്ചറിനെ ആണ്. ദെൻ ഹിസ്റ്റോഗ്രാമും ബാർ ഡയഗ്രാമും തമ്മിലുള്ള ഡിഫറൻസസ്. ഹിസ്റ്റോഗ്രാമും എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മോഡ് ലൊക്കേറ്റ് ചെയ്യാം, ക്യാൻ ലൊക്കേറ്റ് മോഡ്. ബാർ ഡയഗ്രാമിലോ ക്യാൻ നോട്ട് ലൊക്കേറ്റ് മോഡ്. ഒരു എളുപ്പമുള്ളൊരു എക്സാമ്പിളാണത്. രണ്ടിലും റെക്റ്റാങ്കിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് ഡിഫറെൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഡിഫറൻസ് പറയാൻ പറ്റില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോഗ്രാമിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല, അപ്പോൾ നോ സ്പേസ് ഇസ് ലെഫ്റ്റ് ഇൻ ബിറ്റ്വീൻ 2 റെക്റ്റാങ്കിൾസ്. പക്ഷേ ബാർ ഡയഗ്രാമിൽ സം സ്പേസ് ഇസ് ലെഫ്റ്റ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ബാർസ്. ഓക്കെ. പിന്നെ നോക്കേണ്ട കാര്യം
ഒജീവ് എന്താണെന്ന് പറയാം. അതേപോലെ ഫ്രീക്വൻസി കർവ്. ഒജീവ് എന്ന് പറഞ്ഞാൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് ഒജീവ്. ഡ്രോയിങ് സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവ് പാസിംഗ് ത്രൂ പോയിൻറ്റ്സ് ഓഫ് ഫ്രീക്വൻസി പോളിഗൺ, അതിനെ ഫ്രീക്വൻസി കർവ് എന്ന് പറയും. സ്മൂത്തായിട്ട് ഫ്രീ ഹാൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസി കർവ്. ഒജീവ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, അതായത് an arrangement of statistical data over a period of time is called time series. over a period of time എന്ന് കണ്ടാൽ ഓർക്കുക ടൈം സീരീസ് ആണ്. അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫിൻ്റെ വേറെ പേരാണ് ടൈം സീരീസ് ഗ്രാഫ് കേട്ടോ. ടൈം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർക്കത് അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫാണ് അല്ലെങ്കിൽ ടൈം സീരീസ് ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കാണാനായിട്ട് 3 കോമൺലി യൂസ്ഡ് ആവറേജസ് ആണ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് വാല്യൂസ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ വാല്യൂ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് കോൾഡ് പൊസിഷണൽ ആവറേജ്. മിഡിൽ വാല്യൂ, മീഡിയൻ, മിഡിൽ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. മിഡിൽ വാല്യൂ ആണ് മീഡിയൻ, അതങ്ങനെ ഓർത്താൽ മതി. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആ പേരിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം ഇൻ എ സീരീസ്, അതാണ് മോഡ്. ഇനി പാർട്ടീഷൻ വാല്യൂസിൽ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, 4 ആണ് ക്വാർട്ടൈൽസ്. ഡെസൈൽസ് 10, പെർസെൻറ്റൈൽസ് 100. ആ ഇതൊന്നും ഓർത്തിരുന്നാൽ മതി. ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ 4, ഡെസൈൽസ് 10, പിന്നെ പെർസെൻറ്റൈൽസ് 100. ആ ഒരു നമ്പർ ഒന്ന് ഓർത്തിരിക്കാം. യെസ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ആ ഒരു ഇക്വേഷനും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ എല്ലാത്തിൻ്റെയും ഫോർമുല ഒന്ന് ജസ്റ്റ് പറയാം. മീൻ കാണാനായിട്ട് കണ്ടിന്യൂസ് സീരീസിലുള്ളതാണ് പറയുന്നത്. മീൻ കാണാനായിട്ട് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. മീഡിയൻ കാണാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം സൈസ് ഓഫ് n/2th ഐറ്റം കാണാം, പിന്നെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. L+n/2 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു എച്ച്. മോഡ് കാണാനായിട്ട് L+d1 ബൈ d1 പ്ലസ് d2 ഇൻറ്റു എച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇക്വേഷൻസ്. ഇത്രയൊക്കെയാണ് എക്സാമിന് 1 വേർഡായിട്ട് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇത് നന്നായിട്ടൊന്ന് ടെക്സ്റ്റിലോ ഏതെങ്കിലുമൊക്കെ നോട്ട്സ് റെഫർ ചെയ്ത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.